ദ ബോയ്സ്. ഈ വീഡിയോ പറയുന്നതിന് മുമ്പ് ബോയ്സ് കാണാത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോയി കാണുക ബോയ്സ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡ് കാണുമ്പോഴോ ബോയ്സ് വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങളൊരു സീസൺ കണ്ടു നോക്കുക. ദ ബെസ്റ്റ് സീരീസ്. അതായത് ഇത്രയും ബ്ലഡ് ഷെഡ് ന്യൂഡിറ്റി ഉള്ളൊരു സീരീസ്, ഇത്ര ഓപ്പണായിട്ട് ഞാൻ പറയണം, ഒരു ബ്രൂട്ടലായിട്ട് കൊല്ലുന്ന അല്ലെങ്കിൽ ബ്രൂട്ടൽ ബ്ലഡ് ഷെഡ് കാണിക്കുന്ന ഒരു സീരീസ്. നമ്മൾ കണ്ടിട്ടുള്ള കോമിക്സുകളെ, അതായത് ഇപ്പം മാർവൽ, DC, വാട്ടവർ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ കോമിക്സുകളെ ട്രോൾ ചെയ്യുന്ന ഒരു കിടിലൻ സാധനമാണ്. ഇതിൻ്റെ 4 സീസൺ ഇപ്പം ഇന്നലെ 18-ാം തീയതിയാണ് 4ാമത്തെ സീസണിൻ്റെ ഫിനാലെ എപ്പിസോഡ് വന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് ഈ ഫിനാലെ എപ്പിസോഡ് കാണാനായിട്ട് പോകുന്നത്. ഇപ്പം ഹോൾ വേൾഡ് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സീസൺ 4ൻ്റെ ഫിനാലെ എപ്പിസോഡ്, ഇനി ഒരൊറ്റ സീസൺ കൂടിയേ ഉള്ളൂ, ദ ബോയ്സ് തീരുകയാണെന്നൊക്കെ ഓൾറെഡി അറിഞ്ഞതാണ്. അപ്പം 4ാമത്തെ സീസണിൻ്റെ ഫിനാലെ എപ്പിസോഡ്, ഫിനാലേക്ക് തൊട്ട് മുന്നത്തെ എപ്പിസോഡ് വരെ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും വെച്ചിട്ടല്ല 7ാമത്തെ എപ്പിസോഡ് നിർത്തിയത്. പക്ഷേ 8ാമത്തെ എപ്പിസോഡ് വന്നു, എൻ്റെ പൊന്നടാ, ജാതി ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഓൾറെഡി നമ്മുടെ മൈൻഡ് പറയും ഇങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങനെ സംഭവിക്കില്ല, നമ്മളങ്ങനെ ഈ ഒരു ക്യാരക്ടർ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. പക്ഷേ നമ്മളുടെയൊക്കെ തോട്ടിനെയൊക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നൊരു സാധനം. ദ ബെസ്റ്റ് ഫിനാലെ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അടുത്ത സീസൺ ഇനി കാണണമെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്യണം. അടുത്തൊരു 8 എപ്പിസോഡ് ഫിനാലെ സീസൺ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ സീസൺ കാണണമെന്നുണ്ടെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്യണം. അതിൻ്റെ 2 വർഷം എങ്ങനെ വെയിറ്റ് ചെയ്യും? ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ആൻ്റണി സ്റ്റാർ. ഇത് എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും ദ ബോയ്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളും. പക്ഷേ ആൻ്റണി സ്റ്റാർ, ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ, എൻ്റെ പൊന്നെ. ബാൻഷി കണ്ട സമയത്ത് നമ്മൾ ആൻ്റണി സ്റ്റാറിൻ്റെ എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ക്യാരക്ടറെ കണ്ടു. പക്ഷേ ഈ ഒരു ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ലെവലാണ്. പുള്ളി മെത്തേഡ് ആക്ടിങ്ങോ വാട്ടവർ ആയിക്കോട്ടെ, പക്ഷേ ഇത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകും. പുള്ളി ഇത് അഭിനയിക്കില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീത്ത് ലെഡ്ജറിന് ശേഷം അങ്ങനെ ഹീത്ത് ലെഡ്ജറിനെ പോലെ അഭിനയിക്കുന്ന ആരും ഇനി ഉണ്ടാകില്ല എന്ന് പേഴ്സണലി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരനെ കണ്ടത് പിന്നെ എനിക്കത് മാറ്റി ചിന്തിക്കേണ്ടി വന്നു. ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മീമുകൾ കുറേ മീമുകളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു ഡെപ്ത് ഉണ്ടാവും ഒരു ക്യാരക്ടറിൻ്റെ. ഒരു സൂപ്പർ ഹീറോ ഒക്കെയാണ്, പക്ഷേ ഭയങ്കര ഡാർക്ക് സൈഡുള്ളൊരു സൂപ്പർ ഹീറോ. പുള്ളി ചെയ്യുന്നതെല്ലാം ഭയങ്കര നെഗറ്റീവ്, ഒരു ബ്രൂട്ടൽ മാസ് സാധനങ്ങളെ അറ്റാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഹോംലാൻഡർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അതേപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൂട്ടൽ മർഡർ തന്നെ അവിടെ നടക്കും. അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളിക്ക് ദേഷ്യം ഇങ്ങനെ വന്ന് കടിച്ച് പിടിച്ച് ഹോംലാൻഡർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഹോംലാൻഡറിനെ അല്ലെങ്കിൽ ഇതിനകത്ത് മെയിൻ ഇപ്പം ബോയ്സ് കണ്ടുള്ളവർക്കറിയാം ഹോംലാൻഡറും ബില്ലി ബുച്ചറൊക്കെ ആരാണ്, ഇതിനകത്ത് വില്ലന്മാരാരാണ്, നായകന്മാരാരാണെന്നൊക്കെ ഉള്ളത്. അപ്പം അടുത്ത 5ാമത്തെ സീസൺ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹോംലാൻഡറും ബില്ലി ബുച്ചറും ഹോംലാൻഡറും ചാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ്, എൻ്റെ പൊന്നേ, സത്യം പറഞ്ഞാൽ ഞെട്ടി. ഇങ്ങനെ ഓരോ രോമം ഇങ്ങനെ എഴുന്നേറ്റ് എന്നുള്ളതാണ് അത് കണ്ട സമയത്ത്. 4 സീസണും വെർത്തെന്ന് പറഞ്ഞാൽ ഇജാതി വെർത്തുള്ളൊരു സീരീസ്. ഒരു സീസൺ പോലും ഇതിനകത്ത് കൊള്ളില്ല എന്ന് ഞാൻ പറയത്തില്ല. ഈ 4ാം സീസൺ വന്ന സമയത്ത് ആദ്യം ഇതിനകത്ത് കുറച്ച് ഒരു LGBT സാധനം വന്ന സമയത്ത് കുറേ ഫാൻസ് വന്നിട്ട് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അത് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞേക്കും. ഇതിൻ്റെ വ്യൂവർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതങ്ങോട്ട് മാറ്റി നിർത്തുക. പക്ഷെ അത് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ സൈഡാക്കിയതുപോലെയൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ അവർ പിന്നെ ഓരോ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അത് മാറ്റി എന്നുള്ളതാണ്. അതെല്ലാം മിസ്റ്റേക്കുകളെല്ലാം അവർ സോൾവ് ചെയ്ത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇതിനകത്ത് ഓരോ ക്യാരക്ടർ, എൻ്റെ ഇപ്പോൾ ഫേവറേറ്റ് ക്യാരക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹോംലാൻഡർ എന്നേ പറയത്തുള്ളൂ. അതിന് എത്ര വില്ലൻ ക്യാരക്ടർ ആയിക്കോട്ടെ, ഹോംലാൻഡർ ഈസ് വേറെ ലെവൽ മാസാണ്. ഹോംലാൻഡർ ഒരു സ്വാഗ് ക്യാരക്ടറാണ്. പുള്ളി സത്യം പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് ഹോംലാൻഡർ എന്ന് പറയുന്നത്. ബുച്ചർ, അതർ സൈഡിൽ ബുച്ചറുണ്ട്, പക്ഷേ ഹോംലാൻഡർ ഈസ് വേറെ ലെവൽ. എൻ്റെ ബോയ്സ് ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചിൽ നിൽക്കുന്നത്. ഇപ്പം വേറെ ഏത് സീരീസ്, ഇപ്പം HBO എല്ലാ സീരീസുകളും സൂപ്പറാണ്. ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ, സ്ട്രേഞ്ചർ തിങ്സ്, ഇപ്പം എന്ത് നോക്കട്ടെ, എല്ലാം ബ്രേക്കിംഗ് ബാഡ് ഏത് വേണമെങ്കിലും എടുത്ത് വെക്കും. പക്ഷേ ഈ ഒരു സാധനം വന്ന സമയത്ത് മറ്റേതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. ഇതിനകത്ത് ബ്ലഡ് ഷെഡ് ഉണ്ട്, യൂണിറ്റി ഉണ്ട്, അത് പച്ചയ്ക്ക് കാണിക്കുകയാണെന്നുള്ളതാണ്.
ഈ ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര കോമഡിയാണ്. അതായത് ആൻ്റണി സ്റ്റാർ അല്ലാണ്ട് ആ ഒരു ക്യാരക്ടറൊന്നും ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വിയേഡായിട്ടുള്ളൊരു ക്യാരക്ടർ, ഭയങ്കര വിയേഡ് സീനുകൾ. പുള്ളി അതൊക്കെ എങ്ങനെ അഭിനയിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ അഭിനയത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് ആ ഫേഷ്യൽ ഡയലോഗ്സ് ഒന്നും വേണ്ട, ഫേഷ്യൽ എക്സ്പ്രഷനിലാണ് പുള്ളി ഇതെല്ലാം കാണിക്കുന്നതെന്നുള്ളതാണ് ദ ബെസ്റ്റ് സീരീസ്. നിങ്ങൾ ഈ ഒരു ബോയ്സ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണാം. നിങ്ങൾ വർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ട് ഓക്കെ ഇത് എൻ്റെ സമയം വേസ്റ്റായി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക്. പ്രത്യേകിച്ച് വയലൻസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർ ഇത് പോയി കാണുന്നത് അങ്ങോട്ട് ഏരിയയിലോട്ട് പോയത്. തുടക്കം തന്നെ വയലൻസിലാണ് തുടങ്ങുന്നത്. ആക്ച്വലി സൂപ്പർ ഹീറോസിനെ ഇപ്പം ഫ്രാഞ്ചൈസി കാണുമെന്ന് നോക്കുക. അപ്പം മാർവലും സൂപ്പർ ഹീറോസ് ഉണ്ട്, ഫ്രാഞ്ചൈസി ആണ്. അപ്പോൾ അവരെ ഫ്രാഞ്ചൈസ് ചെയ്യുന്നു, അവർ സിനിമകൾ ഇറക്കുന്നു. ഒറിജിനൽ സൂപ്പർ ഹീറോസ് ആ സാധനങ്ങളൊക്കെ എന്നത് കാണിക്കുന്നത്. സൂപ്പർ ഹീറോസിൻ്റെ ഒരു ഡാർക്ക് സൈഡുണ്ട്. ഇപ്പോൾ നമ്മൾ കൊളാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ചാവില്ലേ, ആ സാധനങ്ങളൊക്കെ എങ്ങനെയാണ്, അതിവർ കൊല്ലുന്നതാണോ, അങ്ങനെ കുറേ സൈബറുടെ സൈഡിലുള്ള ഡാർക്ക് സൈഡ് എന്തൊക്കെയാണ്, ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്ന ഒരു കിടന്ന സീരീസ്. ഇത് പ്രൈമിൻ്റെ എന്താണ് വേറെ ലെവൽ സീരീസ്. എനിക്ക് തോന്നുന്നു 3ാമത്തെ സീസണിൽ ഹീറോ കാസം എന്ന് പറയുന്നൊരു എപ്പിസോഡ് ഇവിടെ മറ്റേ എന്താ കട്ട് ചെയ്തിട്ടാണ് ഇറക്കിയത്. അതിനിപ്പോൾ എന്താണ് പറയുന്നത്, മറ്റേ എന്താ പറയുന്നത്, പുല്ല് മറന്ന്, മറ്റേന്താ പറയുന്നത്, മറ്റേ ലവന്മാർ കണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ സാധനം ഉണ്ടല്ലോ, റിവ്യൂ അല്ല മറ്റേ സാധനം, പുല്ല് മറന്നും പോയല്ലോ എൻ്റെ പേര്. അത് ചെയ്തിട്ടാണ് ഇറക്കിയത്. കാരണം അതിൻ്റെ ഒറിജിനൽ വേർഷൻ അത്രയ്ക്ക് ബ്ലഡ് ഷെഡാണ്. അതുകൊണ്ട് ഇവിടെ അതങ്ങനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് OTT വരെ സർട്ടിഫിക്കേഷൻ അല്ല മറ്റേ സാധനം, സർട്ടിഫിക്കേഷൻ അല്ല ഇതല്ലോ, ഈ സാധനം എപ്പോഴും നമ്മൾ ഓർക്കുന്ന സാധനമാണ്. ആപ്പോട്ടെ അത് വിട്. എന്തായാലും നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവുന്ന സാധനമല്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. നിങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ഫേവറേറ്റ് സീരീസിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ സംസാരിച്ചു പോലെ അങ്ങനെ ഞാൻ സംസാരിച്ചതാണ്. എന്തായാലും കാണുക ബോയ്സ്, ദ ബോയ്സ്.